അത് പറ്റില്ല കേട്ടോ, ഒരു സാധനം എടുത്തിട്ടില്ല, പറ്റില്ല. ക്യാമറ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ആളെ കാണിച്ചു തരാം. പോയി വർത്താനം പറഞ്ഞു, എന്തൊക്കെയാണ് സുഖല്ലേ ചോദിച്ചത്, വാഴേനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ചോദിച്ചത്. അതാരാന്ന് മനസ്സിലായോ? മാളൂട്ടിയാണ് കേട്ടോ. എന്തായിരുന്നു തീയമോളെ? രണ്ട് സെലിബ്രിറ്റീസിനെയാണ് കണ്ടത്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കറക്റ്റ് ആയിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ രാവിലെ കടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പൊ പപ്പ എണീപ്പിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞ് നമുക്കൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. പപ്പ ഇപ്പൊ രാവിലെ തന്നെ ഇപ്പൊ എങ്ങോട്ടാണ് പോവാൻ പറയണത് എന്നറിയില്ല. അപ്പൊ ഇനിയിപ്പോ സ്കൂളിലേക്കാണോ TC വാങ്ങാൻ പോവാണോ എന്നൊന്നും അറിയില്ല രാവിലെ തന്നെ. അപ്പം ഇങ്ങനെ ഒന്നും കണ്ണൊന്നും എഴുതിയിട്ടില്ലല്ലോ ചേട്ടാ. അങ്ങാടിക്കാണോ അതോ അങ്ങാടി വിടുവോ? നമ്മൾ കണ്ണെഴുതിയിട്ടില്ല. ഇന്നത്തെ ഡ്രസ്സിന്റെ ഇത് പോവും. എന്താ വെള്ളം എടുക്കുന്നുണ്ടല്ലോ? സാധാരണ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം എടുക്കലുണ്ട്. ഇപ്പൊ എന്താ ഒന്നുമില്ല. അല്ല, ഒരു ഐഡിയ താ. ഇവിടെ അടുത്തെങ്ങാനാണോ? അടുത്ത് എങ്ങോട്ടായാലും നിങ്ങൾക്ക് പരിപാടി ഒന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ പരിപാടികളൊന്നും ഇല്ല. നിങ്ങൾ ഫ്രീ അല്ലേ? രാവിലെ ഒരു പ്ലാൻ ഇട്ടതാണ് പെട്ടെന്ന്. അപ്പം ഇവര് ഫുള്ള് ഉറക്കം. ഞാൻ വിചാരിച്ചെന്ന വരെ ഉറക്കത്തിന് എണീറ്റിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്പർ ഇറക്കിയതാണ്. ഇവിടെ അങ്ങാടി വരെ പോയി ചായക്ക് വാങ്ങിക്കൂടെ തിരിച്ചിട്ട് പോരാ. ഫ്രണ്ട്സ്, വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടുമെന്ന് സംശയം. പോകുന്ന വഴിക്ക് സൗണ്ട് ഫാൻ്റെ ഗൈസിനോട് എന്തെങ്കിലും പറയാം. ഹായ് ഫ്രണ്ട്സ്. സോറി. ഹായ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഇത് ശരിക്കത്തെ ഫോൺ മാതിരിയാണ് കേട്ടോ, കളിപ്പാട്ട ഫോണൊന്നും അല്ല. സ്ട്രേഞ്ചർ തിങ്സ്. ഫ്രണ്ട്സ്, ചായ കുടിക്കാൻ ഇറങ്ങി. മാണിയമ്പലെത്തി. ഇപ്പൊ മഞ്ചേരിക്കാണോന്ന് അറിയില്ല. അവിടെ സൈൻ ലെബനുണ്ട്, കസിൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, ഞാൻ പൊറോട്ടയും ബീഫും ആട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. ദേവ് പൊറോട്ടയും മീൻകറി. ദേവും ഒപ്പയും പൊറോട്ടയും മീൻകറി. ഫേവറേറ്റ് കോമ്പിനേഷനാണ് പൊറോട്ടയും മീൻകറി. അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എങ്ങോട്ട് കേട്ടോ? യാത്ര ആരംഭിക്കാം. ഫ്രണ്ട്സ്, നമുക്ക് യാത്ര തുടരാം. ആടെ ഫോൺ ബെല്ലടിക്കണ്ട. അതാരതാ? ഒരു ഫോണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ എടുത്തു വെച്ചതാ. പറയട്ടെ, എന്തായാലും ലോങ് ട്രിപ്പ് അല്ലാന്നറിയാം. കാരണം ലഗേജ് ഒന്നും എടുത്തിട്ടില്ല, ഡ്രസ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജില്ല വിട്ട് പോകും. അതെ, മലപ്പുറം ജില്ല വിട്ട് പോകൂല. കുറച്ച് ലോങ് ആണ്. ഇപ്പൊ നമ്മള് ഊട്ടി ഇപ്പൊ രാവിലെ പോയി വൈകുന്നേരം വരില്ല തിരിച്ച്. ഇല്ല, ഊട്ടി പോയിട്ട് അല്ല വന്നിട്ടില്ലെങ്കിലും വരാൻ പറ്റും. വരുന്നവരുണ്ട്, നമ്മള് വന്നിട്ടില്ല. ഇപ്പൊ രാവിലെ നമ്മള് പോയി. ഊട്ടി വഴി പോകില്ലല്ലോ ഞങ്ങൾ. എന്നിട്ടാണെങ്കിലും റെഡിയാണ്. പക്ഷെ ഒരു ലോങ് ട്രിപ്പ് ആണെങ്കിൽ റെഡി അല്ല. കാരണം ഞങ്ങളെ ഡ്രസ് ഉണ്ട്, മേക്കപ്പ് സാധനങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അത് റെഡി അല്ല. അതുണ്ട്, ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ ബാഗിലുണ്ട്. അല്ലാതെ വേണല്ലോ, ഡ്രസ് വേണല്ലോ. ചേട്ടാ, ഈ കാര്യം പറയാം, അല്ലെങ്കിൽ വണ്ടി തിരിക്കേണ്ടി വരും ചേട്ടയെ. കൊടൈക്കനാലിക്കാണെങ്കിൽ വണ്ടി നേരെ വീട്ടിക്ക് തിരിക്കേണ്ടി വരും കേട്ടോ. കൊടൈക്കനാലിലെ തണുപ്പാണ്, നമുക്ക് ഒരിക്കലും ഡ്രസ് ഒന്നും മാറണ്ട ആവശ്യമില്ല. നമ്മൾ ചെല്ലുന്നു, അതോട് തണുത്ത് വരയ്ക്കും. പിന്നെ നമുക്ക് കുളിക്കാൻ തോന്നൂല, ഡ്രസ് മാറാൻ തോന്നൂല. അപ്പൊ നമ്മൾ തന്നെ ഇടും. നടന്നു തന്നെ ഫുൾ ടാങ്ക് ആക്കണ്ടേ കൊടൈക്കനാൽ എത്തണ്ടേ? പപ്പയ്ക്ക് എപ്പോഴും ഇതേമാതിരി ഒരു ആക്കലുള്ളതാണ്. ഫ്രണ്ട്സ്, പാണ്ടിക്കാടാണ് എത്തിയിരിക്കുന്നത്. പാണ്ടിക്കാട് പക്ഷെ നിങ്ങൾ വിചാരിക്കാത്ത ഒരാളെടുത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകണം. ഞാൻ സത്യം പറയാം, പാണ്ടിക്കാട് കുഞ്ഞാനക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുഞ്ഞാവല്ല, കുഞ്ഞാൻ. പാണ്ടിക്കാട് കുഞ്ഞാൻ. ദേവനറിയില്ല, ഞങ്ങൾക്ക് വലിയ ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ. വലിയ ആൾക്കാരുടെ ഇടയിലാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ഫേമസ്. ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞൊരു ദിവസത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൂടാം, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് പറ്റുന്ന സ്ഥലങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ കമൻറ്റുകൾ വായിച്ചു കേട്ടോ. പക്ഷെ റിപ്ലൈ തരാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പം
നമുക്ക് ഇപ്പൊ തന്നെ അത് പറയാം. കാരണം എന്താ വെച്ചാല് പലരും പല സ്ഥലങ്ങളാണ് പറയുന്നത്. പറഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും അവരുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമേ പറ്റുള്ളൂ. അപ്പൊ ചിലര് കണ്ണൂര് പറയുന്നുണ്ട്, ചിലര് പറയുന്നുണ്ട് കോഴിക്കോട് പറയുന്നുണ്ട്, ചിലര് പിന്നെ വയനാട് പറയുന്നുണ്ട്. പലരും പല ഇതിലാണ്. അതുകൊണ്ടല്ല അവരുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ് എല്ലാരും പറയുന്നത്. അപ്പം അതിന്റെ അർത്ഥം അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോരാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാല് നമ്മള് ആ സ്ഥലത്തേക്ക് പോവുമല്ലോ എപ്പോഴെങ്കിലും. അപ്പൊ നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്യും. ഞങ്ങൾ ഇപ്പൊ കോഴിക്കോട് വന്നിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾ നാളെ കോഴിക്കോട് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അവിടുന്ന് മീറ്റ് ചെയ്യാം എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെ ഞങ്ങൾ പറയാം. അപ്പൊ ആ ഏരിയയിലുള്ള ആൾക്കാര് നമുക്ക് കാണാം അല്ലേ? അതല്ലേ നല്ലത്? ഫ്രണ്ട്സ്, അങ്ങനെ പെരിന്തൽമണ്ണ എത്തി. ഇനി എങ്ങോട്ടാ തിരിയണത് എനിക്കറിയില്ല. പെരിന്തൽമണ്ണ പാലക്കാട് പട്ടാമ്പിയോ? മറ്റേ സാധനല്ലേ? ഞാനേ ഇവിടെ പോയാലോ? എവിടെ പട്ടാമ്പി? ഞാൻ ഈ മന്തിക്കട വന്നിട്ടുണ്ട്. പിന്നെ കുഴിമന്തിയില് ഫസ്റ്റ് ഫേമസ് ആയ കടയാണ് നൈതി. അവരുടെ പെരിന്തൽമണ്ണയാണ് അവരുടെ ഫസ്റ്റ് ഷോപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ ഇവിടെ പോയി കല്യാൺ സിൽക്സ് ഇവിടെ എവിടെയാണ്. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ വന്നപ്പോ പെട്രോൾ അടിച്ചു. ഇനി അടുത്ത് പറയൂ. പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് പറയാം. മിസ്റ്റേക്ക്, ഞാൻ ഡീസലാണ് അടിച്ചത്. അവിടെ പട്ടാമ്പി നേരെ തൃശ്ശൂര് നേരെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ? അതവിടെ ഇങ്ങോട്ട് നേരെ. അപ്പൊ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ പട്ടാമ്പി നല്ല പറഞ്ഞ പട്ടാമ്പി നേരെ. എന്ത് സ്റ്റാർട്ടിങ് ട്രബിൾ? പിന്നെ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പോണ സ്ഥലം അറിയാം. ഇതാണ് മറ്റേ ഗ്രൂമിങ് സ്ഥലം. മനസ്സിലായി പറഞ്ഞു. ഇപ്പൊ എങ്ങോട്ടായിരിക്കും നിങ്ങളൊരു ഗസ്റ്റ്? ഇപ്പൊ പറയാൻ പോവാണ്, വലിയ വലിപ്പിക്കണമൊന്നുമില്ല. പിന്നെ എങ്ങോട്ടായിരിക്കും? പറഞ്ഞോ എന്തായാലും ഇന്ന് തന്നെ പോയി വരാനുള്ള ദൂരമായിരിക്കും. അതെനിക്കറിയാം. തൃശ്ശൂർ മൃഗശാല. തൃശ്ശൂർ മൃഗശാല പുതിയത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇല്ല അങ്ങനെ ഇല്ലേ അതുണ്ട്. ഉണ്ട്. പക്ഷെ അത് ഈ സമയത്ത് പോയാൽ രാവിലെ പോണ്ടായിരുന്നോ? രാവിലെ പോണായിരുന്നു. നമുക്ക് ഈ സമയത്ത് പോണം. ആദ്യം നമുക്ക് കേക്കണം. എന്താ പറഞ്ഞു? സൂ പറഞ്ഞപ്പോ നമ്മള് ചാടി നീച്ചു വന്നു. നമുക്ക് ഇഷ്ടാണോ സൂ? ഇഷ്ടാണോ? ഞാൻ വേണേ ഒരു കാര്യം ചെയ്യാം. പോണ സ്ഥലം ഞാനൊരു പാട്ടിൽ കൂടി ഒരു ക്ലൂ തരാം. ഒരു പാട്ടിലെ ഒരു വരി ഞാൻ പാടാം. ഒരു പറ്റാതല്ല, അതിലൊരു വരി ഇടയുന്നൊരു വരി വേണം. നരനീരും നെറ്റിക്കൊണ്ട് ഇല്ലേ? ഞാൻ പറയണത് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ ഇടയില് മാറ്റങ്ങൾ എന്തെങ്കിലും വരുമോ ഇല്ലേ എന്നുള്ളത് സർപ്രൈസ് ആയിട്ട് നമുക്ക് തുടരാം. എന്തായാലും തൃശ്ശൂർ കഴിയുമ്പോ നിങ്ങൾക്ക് അറിയാലോ എങ്ങോട്ടാ പോവാന്നുള്ളത്. അത് പറ്റില്ല ഒരു സാധനം എടുത്തിട്ടില്ല. പറ്റില്ല. ഞാനേ ഒരു കാര്യം പറയാം. ഇവിടുന്ന് ഇനിയിപ്പോ വീട്ടിൽ പോയി തിരിച്ച് സാധനം എടുക്കണേക്കാളും ലാഭം ഇവിടുന്ന് അങ്ങോട്ട് 2 ഒരേ ദൂരാണ്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 100 രൂപേന്റെ ഡ്രസ് വാങ്ങിയാൽ ട്രിപ്പ് പോയിട്ടില്ല. എപ്പോഴും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എടുത്ത് വെൽ സെറ്റപ്പ് ആക്കിയിട്ടല്ലേ പോണത്. ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും? നമുക്കൊരു എക്സ്പെരിമെന്റും കൂടി ആക്കാം. നമുക്കത് നമ്മൾ നിന്ന നിപ്പില് ഉടുതുണിയോട് കൂടി, ഉടുതുണിയല്ല ഞാനത് നല്ല ഡ്രസ്സ് ആണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ഒന്നേ ചെറിയ എന്തോ ട്രിപ്പാണല്ലോ. ഇപ്പൊ ഇന്നലത്തെ ഇനിയിപ്പം ചെളിയായിട്ടില്ല. ഒരു വട്ടം കൂടി ഇടാൻ വിചാരിച്ചിട്ട് ഇട്ടതാണ്. എന്നാലും കുഴപ്പമില്ല. കൊച്ചിക്കൊക്കെ പോകാൻ പറ്റിയ സാധനമാണത്.
ദേവുവിന് കൊച്ചിയിൽ പോകണമെന്ന് ആഗ്രഹമാണ് അല്ലേ അല്ലേ ദേവോ പറഞ്ഞിരുന്നില്ല എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ കൊച്ചി പോണം ദേവനോട് എക്സാം റിസൾട്ട് അറിയുന്നതിന് മുമ്പേ പറഞ്ഞു റിസൾട്ട് അറിഞ്ഞിട്ട് ആദ്യം കണ്ട പോകണ്ട ചോദിച്ചു ഒന്നെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചി പറഞ്ഞു അപ്പൊ പിന്നെ ദേവ് ഫൈനലി കൊച്ചി മതി പറഞ്ഞു ഫിക്സ് ചെയ്തു ഞാൻ സത്യം പറയാം ഞാൻ അപ്പാപ്പിനെ രാവിലെ വിളിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് നിക്കിന്റെ കാര്യം ഞാൻ അപ്പാപ്പിനോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഇവരോട് പറഞ്ഞിട്ടില്ല അപ്പോ നാളെ വരുള്ളൂ നാളെ വരുന്ന അപ്പാപ്പിനോട് പറഞ്ഞു നാളെ വൈകുന്നേരം മറ്റന്നാളത്തെ കാര്യം അപ്പാപ്പിക്ക് അറിയില്ല അപ്പൊ അപ്പാപ്പി വരാറപ്പോ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഒരു സൈഡായ സ്ഥിതിക്ക് ഇവർക്ക് നമ്മളെ കാർ ബെഡ് ഉണ്ട് അതൊന്ന് നിർത്തി കൊടുക്കാന്ന് വിചാരിക്കും ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും കാറിൽ പോകുമ്പോൾ കുഴപ്പമില്ല വലിയ വില ഒന്നുമില്ല കേട്ടോ ഞാൻ കുറേ മുമ്പ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചു നമുക്ക് കാറിൻ്റെ ചാർജിങ് പോയിന്റിൽ കണക്ട് ചെയ്യാം അതിനുശേഷം ഇത് വെച്ച് കാറ്റടിക്കാം സ്വിച്ച് ഉണ്ട് നല്ലൊരു ഐഡിയ അല്ലേ കാർ ബെഡ് ഫ്രണ്ട്സ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ ആണോ ഇവിടെയാണോ വീട് എവിടെ ആണോ വീഡിയോസ് ഇഷ്ടാണോ ഹായ് ചേട്ടാ ഈ ഞാവൽപ്പഴത്തിന്റെ അവിടെ തിരക്കിട്ടോ ഭയങ്കര തിരക്കാ ഫ്രണ്ട്സ് അവിടെ ഞാവൽപ്പഴം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോയി മേടിക്കട്ടെ കേട്ടോ 1 കിലോ 100 പറയണത് അന്യായ വിലയാണെങ്കിലും കുറച്ചേ ഉള്ളൂ കാല് പുറത്തോട്ടിട്ട് കയറിയിരിക്കും എന്നിട്ട് ചെരുപ്പ് ഊരിട്ടാ വെട്ടിക്കത്ത് കയറിക്കോ അവിടെ ഒരു പെരിച്ചായി ചത്തിടുന്നുണ്ട് അതിന്റെ സ്മെല്ലാണ് ഞാൻ വിചാരിച്ച ആനപ്പിട്ട് ഒരു തലവണ ആണെങ്കിൽ മറ്റേ റൗണ്ട് തലവണ ഉണ്ട് ഒന്നും വെച്ചു റൗണ്ട് അല്ലല്ലോ അവിടെ കൊടുക്കട്ടെ ഞങ്ങളങ്ങനെ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ ടൗണിലൂടെയാണ് കടന്നു പോകുന്നത് തൃശ്ശൂർ ടൗണിലെ സംഭവങ്ങൾ ഞങ്ങൾ സാധാരണ തൃശ്ശൂർ വഴി പാസ് ചെയ്യുമ്പോഴൊന്നും ടൗണ് ടച്ച് ചെയ്തില്ല വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ട് ബൈപ്പാസ് ഒക്കെ കയറിയിട്ട പോക്ക് തൃശ്ശൂർ ടൗൺ വഴി അങ്ങനെ പോയിട്ടില്ലല്ലേ നമ്മൾ ശരിക്കും തൃശ്ശൂർ ബസ് സ്റ്റാൻഡൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാം തൃശ്ശൂർ രാഗാണോ കൈരളി ശ്രീ കുട്ടികൾ ഉറങ്ങായിരുന്നു കേട്ടോ ഇപ്പൊ എണീറ്റിട്ടുള്ളൂ തൃശ്ശൂരായപ്പോഴാണ് എണീറ്റത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു രണ്ടാളും ഫ്രണ്ട്സ് 2:10 സമയം അപ്പൊ ഞങ്ങള് വിചാരിച്ചു വാസുവേട്ടന്റെ കടയിൽ നിന്ന് ഊണ് കഴിച്ചിട്ട് പോവാന്ന് പോയി നോക്കട്ടെ കേട്ടോ 2 മണിയായി ഫൈനലി ഞങ്ങൾ വാസുവേട്ടന്റെ കടയിൽ എത്തിയിരിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ സെയിം പ്ലേസിലാണ് ഞങ്ങൾ നിർത്തിയിട്ടത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവിടെ വരാൻ പറ്റിയില്ല ലാസ്റ്റ് വന്നപ്പോ ലാസ്റ്റ് വാസുവേട്ടന്റെ കടയിൽ വന്നപ്പോ ഏതൊക്കെ വിഭവങ്ങളാണ് സ്ഥിരം വരാറുണ്ട് അതിൽ പോകുമ്പോ എന്തൊക്കെ കറികൾ ഉണ്ട് ചെമ്മീൻ ഫ്രൈ അച്ചാർ ഇതൊക്കെ നോർമലാണ് സ്പെഷ്യലിന് മാങ്ങക്കറി മാങ്ങക്കറി ചെമ്മീൻ ചമ്മന്തിയാണ് അച്ചാറ് സലാഡ് പയറ് തോരൻ മീൻ മുട്ട പോർക്ക് ബീഫ് കഴിച്ചോ കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ എറണാകുളത്തേക്ക് തിരിക്കുന്നു ഗായ്സ് ഫ്രണ്ട്സ് അപ്പം അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്ന ബ്ലോഗ് ഉണ്ടായിരുന്നു നമ്മളെ കഴിഞ്ഞ ബ്ലോഗ് ഇതേ സെയിം ഡ്രസ്സിൽ അപ്പം അതിലുള്ള കുറച്ച് കമൻറ്റ് ഞാൻ വായിക്കുകയാണ് ഗൈസ് കുറേ പേര് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനൊക്കെ താങ്ക് യു സോ മച്ച് പിന്നെ ദേവുവിൻ്റെ കയ്യിൽ നെയിൽ എക്സ്റ്റൻഷൻ ആണോ വെച്ചിട്ടുള്ളത് അതോ റിയൽ നെയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ഇത് റിയൽ നെയിലാണെന്ന് വലിച്ചൊടിച്ചിട്ട് റിയലാണ് മെഡിസിന് പോകുന്നു എങ്കിൽ CBSE കണ്ടിന്യൂ ചെയ്യൂ സോ അപ്പോൾ നീറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം സോ CBSE ആണ് നല്ലതെന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ മറുപടി പറയും അത് എന്താ എനിക്ക് മെഡിക്കൽ ഫീൽഡാണ് താല്പര്യം
അപ്പം ഇങ്ങനെ CBSE അതുകൊണ്ട് ചായവും എനിക്ക് CBSEക്കാണ്. കാരണം CBSEക്കാണോ? ആ, മെഡിക്കൽ ഫീൽഡ് ആണല്ലോ. അപ്പൊ എനിക്ക് CBSE, പിന്നെ എനിക്ക് CBSE പോകാൻ ഇഷ്ടമല്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആ ഒരു റീസൺ, ഒരു ചെറിയൊരു റീസൺ ആണ്. അത് കേട്ട് ഞങ്ങള് അത് ഇതാണോ അറിയോ? പറഞ്ഞോ, എന്തായാലും പറഞ്ഞോ. 2 സൈഡ് കൂടിയിട്ടിപ്പോ അതാണ് ാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ദിയമോൾ എടുത്തു ഗൈസ്. ഇത് ദിയമോക്ക് ഇഷ്ടപ്പെട്ടു. ദിയമോൾ ഇട്ടോ? ആ, ചുണ്ടിലും ഇട്ടോ. മാപ്പ് 44 മിനിറ്റ് ഇപ്പോഴും കാണിച്ചത്. നമ്മൾ എടപ്പള്ളി എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. വേണമെങ്കിൽ റൂം എടുത്തില്ലല്ലോ ചേട്ടായി? റൂം എടുത്തില്ല. ഞാൻ ഇവിടെ ലുലുക്ക് എത്തുന്നതിന് മുമ്പ് എവിടെയും സൈഡാക്കിയിട്ട് റൂം നോക്കിയിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് മാപ്പ് ഇവിടെ സ്റ്റക്കായി കിടക്കുന്നത്. ആ 44 മിനിറ്റ് എടപ്പള്ളിക്ക് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കാം. എടപ്പള്ളിയിലെത്തും ചെയ്തു. ഒരു അടിപൊളി സ്ഥലത്താണ് റൂം എടുത്തിട്ടുള്ളത്. പപ്പ ഞങ്ങള് അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പപ്പ റൂം നോക്കി. അപ്പൊ റൂം നോക്കിയപ്പോ നമ്മളിവിടെ അടുത്താണ് റൂം. ഏത് നമ്മളെ ഫുഡ് സ്പോട്ടുകളുടെ അടുത്താണ് റൂം ഉള്ളത്. സോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, സൈലബനുണ്ട് ഗൈസ് അതിനപ്പുറത്ത്. സോ ഐ എം വെരി മച്ച് ഹാപ്പി. ഒരു പെട്ടിയിലിട്ട് വെച്ചേക്കായിരുന്നു. കാലൊക്കെ എന്തോ മതി. അതിന്റെ തൊട്ടപ്പുറത്ത് സൈലബന്, പിന്നെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ലുലു മാള്. ഇങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു നമുക്ക് ശരിക്കും റൂം വേണ്ടത്. വാവേ എന്താ വാവ അമ്മേനോട് തെറ്റിയോ? എന്തിനാ തെറ്റിയേ? കുറെ നേരമായി മൂത്രമൊഴിക്കാൻ പറ്റില്ല. നിയമോക്കുണ്ടോ? എനിക്കങ്ങനെ ഞാൻ ഇന്നലെ നല്ല വെള്ളം കുടിച്ചു. ഇന്നലെ വെള്ളം കൂടി. ഇതുവരെ നിങ്ങൾ ബാത്റൂമിൽ പോയിട്ടില്ലല്ലോ? അവിടുന്ന് പോന്നപ്പോ അല്ലേ അങ്ങനെ ഇരിക്കും. ഇതാ ബാത്റൂം. അടുക്കളയോ? എല്ലാം ഉണ്ടോ? വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, അപ്പൊ തുണി അലക്കാലോ. ആ, ചെറിയൊരു വീട് മാറി തന്നെ അല്ലേ ഫ്രണ്ട്സ്? ലൈഫ് ഫുള്ള് സർപ്രൈസുകളാണ്. ഫുൾ അൺഎക്സ്പെക്റ്റഡ് തിങ്സ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റിസൾട്ട് വരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ട് ട്രിപ്പ് വരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബാഗുകൾ കാണുന്നു. അപ്പൊ ബാഗിൽ നമുക്ക് ഇത്ര ഡ്രസ് ഓൾറെഡി ഭാഗ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഊട്ടി പോയപ്പോ. അതെ അതെ, മനസ്സിലായോ? ദേവൂനുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലേ ബാഗിൽ ഞാൻ പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. ദേവുന് ഏതെങ്കിലും ഒക്കെ ഡ്രസ്സ് കണ്ടില്ലെങ്കിൽ, അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ടൗണിലോട്ടൊക്കെ പോകുമ്പോൾ ദേവു ഏതെങ്കിലും ടീഷർട്ട് ഒന്നും നോക്കി കണ്ടില്ലെങ്കിൽ വേഗം ഞാൻ ഈ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വലിക്കും. പിന്നീട് അത് നോക്കുമ്പോൾ പിന്നെ ബാഗിൽ കാണൂല. പിന്നെ ഞാൻ ഓളെ ചീത്ത പറയാം. അങ്ങനെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ അത്? ഈ മേക്കപ്പ് സെറ്റ് അത് ഞാൻ ഭാഗ്യത്തിന് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മളെന്തെങ്കിലും പോകുമ്പോഴൊക്കെ ഞാൻ എടുക്കലുണ്ട്. കാരണം അതിൽ ലിപ്സ്റ്റിക്കും സൺസ്ക്രീനും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അത് എടുക്കലുണ്ടായതുകൊണ്ട് ആ ലിപ്സ്റ്റിക്കിന് ക്ഷാമം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ അറിയുന്നു പപ്പ എന്തായാലും ഇത്രയും ഡ്രസ്സൊന്നും വാങ്ങിച്ചു തരാൻ പോണില്ല. അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്തോ ഒരു കുറവ്, എന്തോ സാധനം നമ്മൾ മിസ്സായ പോലെ ഇങ്ങനെ തോന്നുട്ടോ. സംഭവം ഇതാണ്, നമ്മൾ ഡ്രസ്സ് ഇതൊന്നും ഇല്ല അല്ലേ കൊണ്ടുവരാതല്ലേ വന്നത്, അതാണ്. പക്ഷെ ഒരു ഭയങ്കര സന്തോഷം ബാഗ് കണ്ടപ്പോ. സർപ്രൈസ് ആയതുകൊണ്ട് നല്ല രസമുണ്ട്. അങ്ങനെ വരണേ ഇനി എപ്പോഴും. നല്ല റൂമാണ് കേട്ടോ, നല്ല പ്രൈവസി ഒക്കെ ഉള്ളത് നല്ല റൂം, നല്ല വീട് പോലെ തോന്നുള്ളൂ. നമുക്ക് ഒരു പേര് റെസിഡൻസി എന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയ സെറ്റപ്പ് ആയിരിക്കും, 5-6 റൂമൊക്കെ ഉള്ളതാണ്. പക്ഷെ ഉള്ളതൊക്കെ നല്ല റൂം. അവിടെ ഒരു സോഫ ഏരിയ, അവിടെ AC ഉണ്ട്, ഇവിടെ AC ഉണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ, ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങണം അല്ലേ? അതെ അതെ, ഇവിടെ തൊട്ടടുത്തുള്ളത് നടന്ന എത്താവുന്ന ദൂരത്തിൽ ലുലു മാളാണ്. അതെ, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ഫ്രഷ് ആയി. ജസ്റ്റ് ഇവിടെ അടുത്ത് ഒക്കെ നമ്മള് മാളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് വരാം. എന്ത് മാള്? ലുലു മാൾ എന്റെ ഫേവറേറ്റ് മാളാണ് ഗൈസ് അത്.
ചൂടാട്ടോ. ചിക്കൻ അങ്ങനെ പല പല ചിക്കൻ്റെ മണങ്ങൾ വരുന്നുണ്ട് guys. പുറത്തിറങ്ങി ഇവിടെ നിന്ന് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ എന്നാ പറഞ്ഞത്. അയാൾ വണ്ടി എടുക്കാനേ മറ്റേ ലുലുമാളുടെ അത് കൂടെ മറ്റേ ഗീവമേ വരത്തെ സാധനം കൊണ്ട് വരില്ലേ ആൾക്കാര്, അതിന് 3 അക്കൗണ്ട് ഫോളോ ചെയ്തു. 3 അക്കൗണ്ട് ഫോളോ ചെയ്ത് 500-ന്റെ പെട്ടി നമുക്ക് വാരി എടുക്കാൻ കഴിയില്ല. ഫ്രണ്ട്സ് 2 മിനിറ്റ് നടന്നപ്പോ തന്നെ നമ്മളിതാ ലുലുമാളുടെ എൻട്രീന്റെ അവിടെ എത്തി. ഞങ്ങള് ശരിക്കും കുറച്ച് നടന്നപ്പോ വിളിച്ച് പോയാലോ ഫസ്റ്റ് വിചാരിച്ചത്, പക്ഷെ ഭയങ്കര വേഗം എത്തി. എങ്ങോട്ടാ ദേവോ? എങ്ങോട്ടാണെന്ന് അറിയില്ല, അങ്ങനെ നടക്കാറ്. ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തു. ഈ സാധനം ദൂരത്തേക്ക് സൗണ്ട് വരുമോ? എന്താ ചെയ്യാ? ഇതെന്താ? ആ ലോഡഡ് ഫ്രൈസ് ഫേവറേറ്റ്. Add it up. അപ്പം ഉണ്ടായിരുന്ന ലോഡഡ് ഫ്രൈസിന്റെ ടേസ്റ്റിന്റെ അടുത്ത് വന്നിട്ടുണ്ട് guys. ഫൈനലി ഞങ്ങളെ സാധനം കിട്ടി. ദിയ അവിടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പോയതാണ്. ഒരു ഇങ്ങനത്തെ ഒരു മുട്ടായി ഉണ്ട്. അത് മുട്ടായി ടിഷ്യൂ ആണോ മുട്ടായി ആണോ ഉറപ്പ് വരുത്താൻ. മാജിക് ടിഷ്യൂ ആണോ മുട്ടായി ആണോ എന്ന് നോക്കാൻ വേണ്ടി പോയത്. ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ആളെ കാണിച്ചു തരാം. ആറാട്ടെണ്ണ തോണ്ടിയിരിക്കുന്നത്. പോയി വർത്താനം പറഞ്ഞു. എന്തൊക്കെയാണ് സുഖല്ലേ ചോദിച്ചത്? വാഴേനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ചോദിച്ചത്? ഫ്രണ്ട്സ് ഞങ്ങള് അണ്ണനോട് സംസാരിച്ചു. പാവൻ ചേട്ടനാണ്, അങ്ങനെ ജാടൊന്നും ഇല്ലാത്ത ചേട്ടനാണ്. ഞങ്ങൾ ആദ്യം ഇരിപ്പ് കണ്ടപ്പോ വിചാരിച്ചു ജാടിയാന്ന് വിചാരിച്ചു. ഭാവം അങ്ങനെയാണ് കേട്ടോ. നമ്മളോട് സംസാരിക്കുമ്പോഴും കൂളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു ഗൗരവ ഭാവം മൊത്തമുണ്ട്. അതുകൊണ്ട് തോന്നുന്നതാണ്. കമോൺ ഫോട്ടോ എടുക്കണോ? അതാരാന്ന് മനസ്സിലായോ? മാളൂട്ടിയാണ് കേട്ടോ. എന്തായിരുന്നു തീയമോളെ? രണ്ട് സെലിബ്രിറ്റീസിനെയാണ് കണ്ടത്. ലുലുമാൾ അടച്ചു. അപ്പൊ അനൗൺസ് ചെയ്ത് പറഞ്ഞു എല്ലാരും ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടാ എല്ലാരും. ഇറങ്ങി പോവാൻ ഞങ്ങൾക്കിപ്പം പോവാൻ സമയമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇറങ്ങി പോയിക്കോട്ടെ. ചൂടില് പുറത്തേക്ക് ഇറങ്ങിയപ്പോ